നമുക്കിന്ന് ക്യാബേജ് കൊണ്ട് ഒരു സ്നാക്ക് തയ്യാറാക്കിയാലോ? അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കറിയൊക്കെ വെച്ചിട്ട് ബാലൻസ് ഇരുന്ന ഒരു ക്യാബേജിന്റെ കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പൊ അതും കൂടി ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അരിഞ്ഞു വെച്ച ക്യാബേജിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത സവാളയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തേക്കുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി ചതച്ചതും കൂടെ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിന് എരിവിന് ആവശ്യത്തിനുള്ള ലേശം കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ലേശം കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്തേക്കുന്നത് അരിപ്പൊടിയാണ്. അതൊരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കേണ്ടത് കടലമാവാട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ എന്താ വടയ്ക്ക് ആവശ്യത്തിനുള്ള കടലമാവിന്റെ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾ ഇത് നല്ലപോലെ കുഴച്ച് വരുമ്പോൾ തന്നെ ഇത് ഏകദേശം നല്ല പരുവായി കിട്ടും. ഇനി അഥവാ ഇച്ചിരി ടൈറ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ക്യാബേജ് ഒന്ന് ഇരുന്നതൊക്കെ ആണെങ്കിൽ ചില സമയത്ത് നമ്മൾ കുഴയ്ക്കുമ്പോൾ അത്രയും ചിലപ്പോൾ നീര് കിട്ടില്ല. അപ്പൊ ആ സമയത്ത് ചെറുതായിട്ടൊരു ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഫ്രഷ് ക്യാബേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് കുഴച്ച് വരുമ്പോൾ തന്നെ അത് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ കിട്ടും. നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ചെറിയ ബോൾസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടാക്കി ഞാൻ അതിലേക്ക് നമ്മുടെ വടയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ വട അതിലേക്ക് നമ്മൾ എണ്ണയിലേക്ക് ഇടാവുള്ളൂ. ഇനി ഒരു സൈഡ് മൊരിഞ്ഞു വന്നപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ വടയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാമല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.